മുഅ്മിനീങ്ങളെ, നമ്മുടെ പരിശുദ്ധമായ നിസ്കാരത്തിന്റെ വാർഷിക മാസമാണ് പരിശുദ്ധ റജബ്. അതിലും പ്രത്യേകിച്ച് റജബിന്റെ 27ാമത്തെ ഇസ്രാ മിഅ്റാജ് നടന്ന ദിവസത്തിലാണ് നമ്മുടെ നിസ്കാരങ്ങളും നമ്മുടെ ഇബാദത്തുകളും അല്ലാഹു തആല നടപ്പിലാക്കി. അതിന്റെ ചെറിയൊരു രൂപമാണ് നമ്മുടെ ഖുതുബ ഇന്ന് നമ്മോട് സംസാരിച്ചത്. എന്താണ് ഇസ്രാ, എന്താണ് മിഅ്റാജ്? ഒരിക്കലും ചില ആളുകൾക്കും ഇന്ന് ഇസ്രാ മിഅ്റാജ് എന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹി തങ്ങൾക്ക് സ്വപ്നം കണ്ടതാണ് എന്ന് പറഞ്ഞ് അത് പരിചയപ്പെടുത്തുന്ന ആളുകൾ ഒരിക്കലും ആ ഒരു പ്രചരണം കൊണ്ട് റസൂലുള്ളാഹി തങ്ങളെ താഴ്ത്തലല്ലാതെ, റസൂലുള്ളാഹി തങ്ങളെ ഇകഴ്ത്തലല്ലാതെ അതുകൊണ്ട് ഒരു നേട്ടമില്ല. സ്വപ്നത്തിൽ അങ്ങനെ നമ്മൾ എന്തെല്ലാം കാണുന്നു. അപ്പൊ നമ്മുടെ നിസ്കാരം ഒരു സ്വപ്നം കൊണ്ട് പാസ്സായതാണെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പിടിത്താണ് അല്ലെ. ബാക്കിയുള്ളതെല്ലാം ജിബ്രീൽ വന്ന് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. സകാത്തിന്റെ കാര്യമാണെങ്കിലും നോമ്പിന്റെ കാര്യമാണെങ്കിലും പിന്നെ മറ്റുള്ള ഇബാദത്തുകളൊക്കെയും ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് വകേര അറിയിച്ചതാണ്. അതുപോലും നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഇല്ലാന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മ ഒരു മുഅ്മിനായ മനുഷ്യൻ 5 നേരം ഒരു ദിവസം ഈ നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ വാല്യൂ അത് തുറക്കണം. റസൂലുള്ളാഹി തങ്ങളുടെ സ്ഥാനം അധികത്തരാൻ ഒരിക്കലും അങ്ങനെയല്ല. റസൂലുള്ളാഹി തങ്ങൾ ശരീരത്തോട് കൂടിയിട്ട് നടത്തിയ ഒരു പ്രധാനപ്പെട്ട യാത്രയാണ് ഇസ്രാ മിഅ്റാജ്. റസൂലുള്ളാഹി തങ്ങളുടെ നമ്മുടെ ജീവിതത്തിലൊക്കെയും നമുക്ക് പ്രധാനപ്പെട്ട ചില ദിവസങ്ങളിൽ അല്ലെ, റസൂലുള്ളാഹി തങ്ങൾ പ്രസവിക്കപ്പെട്ട ദിവസമാണ്. ചില ആളുകൾ മിഅ്റാജ് അതായത് റമദാനിന്റെ ലൈലത്തുൽ ഖദ്റിന്റെ ദിവസമാണ് എന്നൊക്കെ പറയുന്നു. എന്നാൽ റസൂലുള്ളാഹി തങ്ങൾക്ക് അവിടുത്തെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു മിഅ്റാജിന്റെ ദിവസം. അതെന്താ? അത് പോയി കണ്ടതെന്ന് അള്ളാനെ കണ്ടുവന്നത് നിനക്കാറിയ സന്തോഷം. ഒരാൾക്കും അവിടെ അത് പറഞ്ഞു, മുമ്പ് ഒരാൾക്കും കിട്ടിയിട്ടില്ല, ഇനി ഖിയാമത്ത് നാൾ വരെ ഒരാൾക്കും കിട്ടാനുമില്ല. അത്രയും വലിയ ബഹുമാനമാണ് മിഅ്റാജിന്റെ രാത്രിയിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയത്. ചെറിയ വിഷയം കണ്ടത് മഹാനായ സയ്യിദുനാ കരീമുല്ലാഹി മൂസ അള്ളാഹിനോട് സംസാരിച്ച മഹാനാണ്. അള്ളാഹിന്റെ ശബ്ദം കേൾക്കാൻ ഭാഗ്യം കിട്ടി മഹാൻ അല്ലെ. അപ്പൊ ശബ്ദം കേട്ടിട്ട് ശബ്ദത്തിന് ലയിച്ചപ്പോ ആ ശബ്ദത്തെ പ്രണയിച്ച് സ്നേഹിച്ചിട്ടാകുമ്പോ ആ ശബ്ദം പറയുന്ന ആളെ കാണണമെന്നൊരു ആഗ്രഹം. അതുകൊണ്ട് പെണ്ണിന്റെ വായിസ് കേട്ടാലല്ലേ ആളുകൾ ചെറുപ്പക്കാരൻ മുഴുവനും പിന്നെ കോണിക്കും അതിനൊക്കെയും ഒരു താല്പര്യം. സൗണ്ട് നല്ല വായിസാണ്, നല്ല വായിസാണ്. പെണ്ണ് കാണണോ, പെണ്ണ് നോക്കണം. അതുപോലെ മൂസാ നബി അലൈഹി സ്വലാമിക്ക് അള്ളാന്റെ ശബ്ദം കേട്ടപ്പോ പറച്ചോനെ കാണുന്നു. മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹ് പറഞ്ഞു, ഓ മൂസ, എന്നെ കാണാൻ പറ്റൂല നിങ്ങൾക്ക്. കാരണം കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന് കഴിക്കാൻ പറ്റൂല, നിങ്ങൾ കരിഞ്ഞു പോകും, നിങ്ങൾ പൊടിയാവും, കാണാൻ പറ്റൂല. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇല്ല പറച്ചോനെ, എനിക്കൊന്ന് കാണിച്ചത് അന്ന് നോക്കട്ടെ. അപ്പൊ അള്ളാഹ് പറഞ്ഞു, എന്നെ കാണാൻ പറ്റൂല. എന്റെ ശരീരത്തിന്റെ, എന്റെ നാട്ടിന്റെ ചെറിയ ഒരു വെളിച്ചം, ഒരു പ്രകാശം പർവ്വതത്തിലേക്ക്, പർവ്വതത്തിലേക്ക് ഞാൻ അയച്ചു തരാം. ആ പ്രകാശം നോക്കിയിട്ട് നിങ്ങൾ ഉറച്ചു നിന്നാൽ പിന്നെ എന്നെ കാണുന്നത് പിന്നെ നോക്കാം. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം കാണാൻ വേണ്ടി ചെറിയ ഒരു പ്രകാശത്തിന്റെ ഒരു ഭാഗം അവിടെ പോയ ആളുകൾ ഇന്നും പറയുന്നുണ്ട്, ആ അള്ളാഹുവിന്റെ പ്രകാശം എത്തിപ്പെട്ട സ്ഥലം ഇന്നും കറുത്ത ഒരു മഷി പോലെ അവിടെ കിടക്കുന്നു എന്നതാണ്. ആ പ്രകാശത്തിന്റെ സ്ഥലം ഇന്നും അവിടെ പോയവർ, തൂർസീന പർവ്വതം കണ്ടവർ, അവിടെ സിയാറത്ത് ചെയ്യുന്ന ആളുകൾ പറയുന്ന വിഷയമാണ്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ആ പ്രകാശം അവിടെ എത്തിയപ്പോ കണ്ടു. എന്തായാലും മുഫസ്സിറുകൾ പറയുന്നത് ഒരു സൂചി, നമ്മൾ തിന്നാൻ വേണ്ടി ഉപയോഗിക്കുന്ന സൂചിയുടെ ചെറിയൊരു ദ്വാരം, അതിങ്ങനെ നോക്കി എത്രയാണ് അത്രയേ അയച്ചിട്ടുള്ളൂ. എന്തായി ഖുർആൻ പറഞ്ഞു, ആ പ്രകാശം പോലും കാണാൻ പറ്റാതെ, അത് താങ്ങാൻ പറ്റാതെ മൂസാ നബി അലൈഹി സ്വലാം ബോധപ്പെട്ടു വീണു. എന്നാലോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രകാശം കണ്ടതാണോ? അല്ല. പിന്നെയോ ഖുർആൻ പറഞ്ഞു, ഒരു ബില്ലും അതുപോലെ അമ്പും എത്ര അടുത്തടുത്താണ് നിൽക്കുന്നത്, അതിനേക്കാളും അടുത്ത അല്ലാഹുവിന്റെ മുന്നിൽ നിന്ന് വന്ന മഹാനാണ് സയ്യിദുനാ റസൂലുള്ളാഹി. സ്വപ്നത്തിലൂടെയല്ല, ശരീരത്തിലൂടെയാണ്. നമ്മൾ പറഞ്ഞു, മക്കയിൽ നിന്ന് ഉമ്മുഹാനിയുടെ വീട്ടിൽ ഉണ്ടായിരുന്ന ഹബീബായ തങ്ങളെ ഖുർആൻ എന്ന വാഹനവുമായി ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. എന്നിട്ട് അതിൽ കയറ്റി ബൈത്തുൽ മുഖദ്ദസ് പോയി അവിടെ പ്രവാചകന്മാരൊക്കെ കണ്ട് നിസ്കരിച്ച്, എന്നിട്ട് ആകാശങ്ങൾ, അതിനപ്പുറങ്ങൾ എല്ലാം കണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില്ലയാണെന്നല്ല,
സാധാരണക്കാരനൊന്നുമല്ല. ഒരു രാത്രിയുടെ ചെറിയ ഒരു സമയം. ഖുർആൻ പറഞ്ഞെങ്ങനെയാ? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ. ലൈലൻ അറബി ഗ്രാമർ പഠിച്ച ആളുകൾക്കറിയാം. ലൈലൻ എന്ന് പറഞ്ഞാൽ ഒരു രാത്രിയുടെ 12 മണിക്കൂർ മൊത്തമായിക്കല്ല, ഒരു രാത്രിയുടെ ചെറിയ സമയം. അതെങ്ങനെ? അത് കുതിർത്തിയില്ല. അള്ളാഹുവിന്റെ കുതിർത്താൻ അള്ളാഹ്ക്ക് പറ്റൂല. അള്ളാഹ്ക്ക് എന്ത് ദൂരം? നമുക്കല്ല ദൂരം. നമുക്ക് കൊമ്പള പോയിട്ട് വരണം 10 മിനിറ്റ്, കാസർഗോഡ് പോയിട്ട് വരണമെങ്കിൽ അരമണിക്കൂർ ട്രാഫിക് കിട്ടിയാൽ ലാഭമായി. ഇതാണ് നമ്മുടെ സ്വഭാവം. മനുഷ്യരാകുന്ന, സാധാരണ മനുഷ്യരാകുന്ന നമ്മുടെ സ്വഭാവം. അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന വലിയ പവരത. മഹാനായ ഹാജാതങ്ങളുടെ വളരെ ഏഴ് നടന്നു. ആ ഹാജാതങ്ങളുടെ പ്രത്യേകത എന്തായിരുന്നു? ഇശാ നിസ്കരിച്ചാൽ എല്ലാ ദിവസവും പരിശുദ്ധമായ മക്കയിൽ പോയി തവാഫ് ചെയ്യുക. എന്നിട്ടോ സുബഹി നിസ്കാരത്തിൽ അജ്മീറിലുണ്ടാവും. സുബഹി നിസ്കാരത്തിൽ അജ്മീറിലുണ്ടാവും. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ ഹാജാതങ്ങൾ മക്കയിൽ പോകും. എങ്ങനെ? അതെപ്പോ ഇപ്പത്തെ കാലത്തല്ല. ഇതോടെ ഫ്ലൈറ്റുകളും പല സംവിധാനങ്ങളും കാലത്തായി 10 നൂറ്റാണ്ട് മുമ്പത്തെ വിഷയം. ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് മക്കയിൽ പോയി തവാഫ് ചെയ്ത് എന്നിട്ട് സുബഹിയാകുമ്പോ അജ്മീർ. എങ്ങനെ കഴിഞ്ഞു? അത് അല്ലാഹു അവൻ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന പോലെ കൊടുക്കും. നമുക്ക് ചിന്തിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. ഇപ്പൊ ഞാനിങ്ങനെ അജ്മീരോട് മറ്റേ അമേരിക്ക ഇങ്ങനെ മനസ്സോട് കാണാൻ ചിന്തിക്കാൻ സമയമുണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ അമേരിക്കയിലുള്ള ഒരാൾക്ക് ഞാനിപ്പോ ഫോൺ വിളിച്ചാൽ എന്റെ ഈ വോയിസ് അവിടെ എത്താൻ സമയമുണ്ടോ? നമ്മൾ ഈ നിസ്കരിക്കാത്ത ആളുകൾ കണ്ടുപിടുത്തത്തിന് ഇത്തരം സ്വാധീനമുണ്ടെങ്കിൽ ചിന്തിക്കും. കണ്ടുപിടുത്തക്കാർ ഒരാള വിശ്വസിക്കാത്തവരാ, നിസ്കരിക്കാത്തവരാ, ഈമാനില്ലാത്തവരാ, എത്രയോ ആളുകൾ. അവരുടെ കണ്ടുപിടുത്തത്തിന് ഇത്ര നിലയും വിലയുമുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ കുദറത്തിന്റെ പരിധി വെക്കാൻ ഞങ്ങളായ അതെങ്ങനെ കഴിഞ്ഞു? അത് സ്വപ്നത്തിലല്ലേ പോയത്? അത് സ്വപ്നത്തിലല്ലേ നേരിട്ടത് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് നമ്മൾ കണ്ടീഷൻ വെക്കാം. അള്ളാഹിന്റെ കുദറത്തിന് നമ്മൾ പരിധി വെക്കാം. എന്തൊരവസ്ഥയാണ്? ഖുർആനിൽ പച്ചയായി പറഞ്ഞു, രാത്രിയുടെ ചെറിയ ഒരു സമയം കൊണ്ട് അല്ലാഹു തആല അവിടുത്തെ ഹബീബിനെ കൊണ്ടുപോയി. ആകാശങ്ങളും സ്വർഗം നരകവും കാണേണ്ടതൊക്കെ കണ്ടിട്ട് കുറെ അപ്പുറത്തുമ്പോ മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കുറെ അപ്പുറത്തുമ്പോ, അതായത് സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. മുൻതഹ എന്ന് പറഞ്ഞാൽ എണ്ണം, അള്ളാഹുവിന്റെ ഹദ്ദുകൾക്കുള്ള എണ്ട്. അതിന്റെ അപ്പുറം കടക്കാൻ ഒരാൾക്കും അധികാരമില്ല. അങ്ങനത്തെ സ്ഥലം ജിബ്രീലിന്റെ പോലും. ജിബ്രീൽ നേരത്തെ അള്ളാഹിന്റെ മുന്നിൽ നിന്ന് ശബ്ദം ഇങ്ങനെ കൊണ്ടുവരുന്നില്ല, വഹി കൊണ്ടുവരുന്നില്ല. അള്ളാഹിന്റെ അടുത്ത് പോയിട്ട് കത്തി എടുത്തിട്ട് കൊണ്ടുവരുന്നതല്ല. സിദ്റത്തുൽ മുൻതഹ ലാസ്റ്റ്. അതിന്റെ അപ്പുറത്ത് എന്തെല്ലാം ലോകങ്ങൾ. എന്താണ് അള്ളാഹ്? ആ അള്ളാഹിനെ കുറിച്ച് പഠിച്ചാൽ മനസ്സിലാക്കിയാൽ നമ്മുടെ ഈ നിസ്കാരം മതിയോ, നമ്മുടെ ഇബാദത്ത് മതിയോ? സിദ്റത്തുൽ മുൻതഹക്ക് അപ്പുറം ജിബ്രീലിന്റെ പോലും അളവില്ല, പ്രവേശനമില്ല. അവിടെ എത്തുമ്പോ ജിബ്രീൽ നിന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഓ നബിയേ, ഇനിയുള്ള അപ്പുറത്തേക്കുള്ള സ്ഥലം, ആ സ്ഥലത്തേക്ക് കടന്നു വരാൻ ഞങ്ങൾക്ക് ആർക്കും അധികാരമില്ല നബിയേ. ഇനിയുള്ള യാത്ര നിങ്ങളുടെ ഒറ്റക്കുള്ള യാത്രയാണ്. മലക്കുകളുടെ സഹായമില്ല. അല്ലാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ട് ഹബീബായ തങ്ങളെ കൊണ്ടുപോകാനും സുബ്ഹാനല്ലാഹ് അത് വല്ലാത്ത ലോകമാണ്. ഹബീബായ തങ്ങൾക്ക് ബേജാറായി. തങ്ങൾ ചോദിച്ചു, ജിബ്രീൽ അലൈഹിസ്സലാം, ഞാൻ ഇവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഹബീബായ തങ്ങൾ ചോദിച്ചു, അതേ മക്കയിൽ കടന്നിറങ്ങിയ എന്നെ ബുറാഖ് എന്ന വാഹനത്തിൽ ഇതുവരെ കൊണ്ടുവന്നിട്ട് ഇപ്പോ എന്നെ കൈവിടുകയാണോ ജിബ്രീൽ? എന്നെ വിടുകയാണോ? എന്നെ ഒറ്റക്കാക്കുകയാണോ? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ മറുപടി, ഓ നബിയേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അല്ലാഹ് കണക്കാക്കിയ ഒരു മഖാമുണ്ട്, ഒരു സ്ഥാനമുണ്ട്, ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ ഒരു ഇഞ്ച് അങ്ങോട്ട് കടക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ല നബിയെ. നിങ്ങൾക്ക് ഒറ്റക്ക് പോകാം. ഒറ്റക്കുള്ള യാത്രയാണ്. അഭിമാനങ്ങൾ പോയി ഒറ്റക്ക് പോകാൻ നടക്കണമെന്നില്ല. അല്ലാഹ് കൊണ്ടുപോകാൻ അങ്ങനെ പോയി. അല്ലാഹുവിന്റെ അടുത്ത് സുബ്ഹാനല്ലാഹ്, എന്തൊരു ലോകം, എന്തൊരു ലോകമാണ്. നമുക്ക് ആ പടച്ചവന്റെ പരിശുദ്ധമായ നാട് സ്വർഗത്തിൽ വെച്ച് മുഅ്മിനീങ്ങൾ കാണുമ്പോ ആ കൂട്ടത്തിൽ നമുക്ക് കാണാൻ പടച്ചവർക്ക് ഭാഗ്യം നൽകട്ടെ. ഇത്ര കാലമായി അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നു അല്ലെ, എന്നിട്ട് അള്ളാഹിനെ കണ്ടില്ലെങ്കിൽ വലിയ നഷ്ടമല്ലേ മുഅ്മിനീങ്ങൾ? അതിനേക്കാൾ വലിയ പരാജയമുണ്ടോ? അതിനേക്കാൾ വലിയ തോൽവിയുണ്ടോ? ചോദിക്കാതെ നിഅമത്തുകൾ കോരിവാരി തന്ന പടച്ചവൻ, ആ പടച്ചവനെ കണ്ടില്ലെങ്കിൽ എന്തൊരു നഷ്ട, ഒരു വേദന. സുബ്ഹാനല്ലാഹ്. അങ്ങനെ
എല്ലാ മലകളെയും വിട്ടുകിടന്നുകൊണ്ട് ഹബീബായ തങ്ങൾ ഇങ്ങനെ അല്ലാഹുവിലേക്ക് എത്തിച്ചേരുകയാണ്. ഖുർആൻ പറഞ്ഞ ഒരു അമ്പും ഒരു വില്ലും എത്ര അടുത്തടുത്ത് നിൽക്കുന്നുണ്ടോ അതുപോലെ അല്ലാഹുവിന്റെ മുന്നിൽ നിന്നു ആര് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ് തങ്ങളോട് യോജിച്ച സ്ഥാനങ്ങളും അള്ളാഹു ഇവിടെ വകവെച്ചു കൊടുക്കുകയാണ്. ഇതാണ് ആ സ്ഥലത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ നിസ്കാരം നടപ്പിലാവുന്നത് അല്ലെ. അള്ളാഹുവിന്റെ മുന്നിലെത്തി അവിടെ ഹബീബായ തങ്ങൾ അള്ളാഹുവിനെ കാണുമ്പോൾ പറഞ്ഞ വാക്കാണ് അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. സ്വപ്നത്തിൽ പാസ്സായതൊന്നുമല്ല, സ്വപ്നത്തിൽ പാസ്സായതല്ല തയ്യാത്ത്. സുബ്ഹാനല്ലാഹ്. എന്നാ തയ്യാത്തിന് എന്ത് വ്യാലിയാണ്, സ്വപ്നത്തിൽ ദൈശ്യത്തിന് എന്ത് വ്യാലിയാണ്? ഒരിക്കലുമല്ല. ഹബീബായ തങ്ങൾ അല്ലാഹുവിനെ കണ്ടപ്പോൾ പറഞ്ഞതാ അത്തഹിയ്യാത്തു അൽ മുബാറകാത്തു അസ്സലവാത്തു അത്വയ്യിബാത്തു ലില്ലാഹ്. അത് പറഞ്ഞപ്പോ അല്ലാഹുവിനോട് ഹബീബായ തങ്ങളോട് പറഞ്ഞതാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലെ റസൂലുള്ളാഹി തങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോ അത്ര ദൂരം പോയിട്ട് ഹബീബായ തങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോ ഞങ്ങൾ മറന്നോ റസൂൽ വന്നില്ല. അള്ളാഹുവിനോട് തിരിച്ചു പറയാ എനിക്ക് മാത്രം സലാമുണ്ടായാ പോരാ, എനിക്ക് മാത്രം ആപത്തുണ്ടായാ പോരാ, ഭാഗ്യത്തുണ്ടായാ പോരാ. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. സുബ്ഹാനല്ലാഹ്. എന്തൊരു നേതാവാണ്. സലാത്തില്ല പോലും മതിയോ? ആ ഹബീബിന് സലാത്തില്ല മതിയോ? അത്ര സന്തോഷഘട്ടത്തിൽ സന്തോഷഘട്ടത്തിൽ ആരോഗ്യ പലതും നല്ല സന്തോഷം എല്ലാവർക്കും പറയാമാർക്കും. പക്ഷെ റസൂൽ നടന്നില്ല. ഭയങ്കര ഹാപ്പിയാ. ആ ഹാപ്പിയുടെ സമയത്ത് പോലും നമ്മൾ ഓർത്തു അമീർ എന്താ പറഞ്ഞത്? കുറച്ചോടെ എനിക്ക് മാത്രം സലാമുണ്ടാകാൻ പോരാ, പിന്നെ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഖിയാമത്ത് നാൾ വരെ ഇവിടെ സ്വാലിഹീങ്ങളായ എന്റെ ഉമ്മത്തീങ്ങൾ ഉണ്ടാവും. ആ എല്ലാ ഉമ്മത്തീങ്ങൾക്കും പടച്ചോനെ നിന്റെ സലാം വേണം എന്ന ഹബീബായ തങ്ങളോട് ആ സന്തോഷ ഘട്ടത്തിലാണ് അല്ലാഹു തആല വനാജാഹു വഫറദ അലൈഹി വഅലാ ഉമ്മത്തിഹി 50 സ്വലാ. 50 വക്ത നിസ്കാരം ഗിഫ്റ്റായി കൊടുക്കാൻ. അല്ലെ എന്താവട്ടെ നമ്മുടെ അവസ്ഥ? 5 നിസ്കരിക്കാനെ നോക്കി ഈ 5 തന്നെ ഓരോ മാസവും നല്ല പാട്ടലാക്കി അല്ലെ 50 ആണെങ്കിൽ 50 വക്ത ഉണ്ടാവും. ഇപ്പൊ 100 മാസം നമുക്ക് ഭയങ്കര ഖത്തീബിനെ പിന്നെ നിർബന്ധമല്ല നിസ്കാരം നിർബന്ധമല്ലേ? പക്ഷെ വരുന്നല്ലോ തെളിയിക്കാൻ ഇത്ര വലിയ വണ്ടി, ഇത്ര വലിയ നാട്, ഇത്ര വലിയ ആളുകൾ, ചെറുപ്പക്കാരാണ് ആരും. എന്നാലും നിങ്ങൾ വന്നാലില്ലെങ്കിലും അതിന്റെ പണിയല്ലേ 50 വക്ത പാമ്പുണ്ട്. സംഭവം ഇതിന്റെ ആവശ്യം എന്തായോ 50 വക്ത നിസ്കാരം എന്താവട്ടെ അല്ലെ. അള്ളാഹു സലാമത്താക്കി എന്ന് പറയാം. ആ സലാമത്താകാൻ ഞങ്ങൾക്ക് വേണ്ടി ഇടപെട്ടത് ആരെയോ? കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. സന്തോഷത്തോടെ നിൽക്കുമ്പോഴാണ് മൂസാ നബി ഹബീബായ തങ്ങളോട് പറഞ്ഞത് യാ റസൂലല്ലാഹ്, ബുദ്ധിമുട്ടാണ്. എന്റെ ഉമ്മത്തിങ്ങളെ പഠിപ്പിച്ച് ഓരോ ഒരു സുജൂദ് നമ്മളെ കൊണ്ട് നിസ്കാരം ആർക്കുണ്ടായില്ല. നമ്മളെ കൊണ്ട് നിസ്കാരം മലക്കുകൾ പല ഇബാദത്ത് ചെയ്യുന്നവരാണ് മലക്കുകൾ. പക്ഷെ ഫുള്ളായി നമ്മളെ കൊണ്ട് നിസ്കാരം എന്ന മലക്ക് ഒന്നുമില്ല. ഒരേ മലക്കിന് സുജൂദ് മാത്രമുണ്ട്, വെറും സുജൂദ്, വാണ്ടി സുജൂദ്. കുറെ മലക്കുകൾക്കോ വാണ്ടി റുക്കൂ മാത്രം, കുറെ മലക്കുകൾക്ക് വെറും സുബ്ഹാനല്ലാഹ് അത് മാത്രം ഡൂടി. പക്ഷെ നമ്മളെ പോലെ തക്ബീർ കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന നിസ്കാരം ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളായ നമുക്കുള്ള പ്രത്യേകതയാണ്. മൂസാ നബി പറഞ്ഞു എന്റെ ഉമ്മത്തികൾക്ക് ട്രെയിനിങ് കൊടുത്ത് മടുത്തുപോയ ആളാണ് ഈ 50 മറ്റൊരു അങ്ങനെ 5 പോലും കുറക്കാൻ വേണ്ടി ശ്രമിച്ച പ്രവാചകനാണ് സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം. കാരണം മൂസാ നബിക്ക് അറിയാം നമ്മുടെ വിഷയം. ഇപ്പൊ നമുക്ക് നമ്മുടെ മനസ്സിലില്ലേ ഈ തിരക്കില്ലാത്ത സമയത്തുള്ള നിസ്കാരം മാത്രമാണെങ്കിലും സുബൈണ്ടെങ്കിൽ സുബൈ വന്ന സമയത്ത് ആ നിസ്കാരത്തെ ഇല്ലാതെ 4 വക്ത ആയെങ്കിലോ എത്ര നന്നായിരുന്നു എന്ന് നമുക്ക് ഉദിച്ചോളാം. മൂസാ നബി എന്ന് പറഞ്ഞു. പിന്നെ ഹബീബായ തങ്ങൾ അതോടുകൂടി മതിയാക്കിയതാണ്. 5 നിസ്കരിച്ചിന് വേണ്ടി 5 വക്ത് അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്തില്ലെങ്കിൽ മനുഷ്യരിൽ അങ്ങനെ നമുക്ക് കിട്ടിയ വലിയ സൗഭാഗ്യമാണ് നിസ്കാരം. എല്ലാ വാർഷികവും ഞങ്ങൾ വേണ്ടതുപോലെ കൊണ്ടാണ് അല്ലെ.
മക്കളെ ബർത്ത്ഡേ വരുന്നുണ്ട്, അതുപോലെ പല കല്യാണത്തിന്റെ ദിവസം വരുമ്പോ മറ്റുള്ള എല്ലാ പരിപാടി വരുമ്പോ ആഘോഷിക്കുന്ന ഞങ്ങൾ ദിവസത്തിൽ 5 തവണ നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ വാർഷികം വരുമ്പോ അതിനോടനുബന്ധിച്ച് സന്തോഷത്തോടെ ഒരു നോമ്പ് 27 നോമ്പ് 60 മാസം നോമ്പ് പിടിച്ചു കൂടി. 60 മാസം എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലായി? 5 കൊല്ലം അല്ലെ? 5 കൊല്ലം നോമ്പ് പിടിച്ച ഒരു ദിവസത്തിൽ റജബ് വന്നതിന് മുതൽ ഇടയ്ക്കിടെ ഞമ്മ വാദം പറഞ്ഞാൽ മാത്രം പറഞ്ഞ വാത് നോമ്പ് പിടിക്കാൻ വേണ്ടിയ പുണ്യാണ്. പക്ഷെ വാദം കേട്ടിട്ട് എത്രയോ ആളുകൾ നോമ്പ് പിടിക്കുന്ന ആളുകൾ നമ്മുടെ സദസ്സിലേക്ക് അള്ളാഹു അവരുടെ നോമ്പുകളൊക്കെ കുറച്ചുകൊണ്ട് തപോലാക്കട്ടെ. ഒന്നില്ലെങ്കിൽ 27-ന്റെ ദിവസം ഇൻഷാ അല്ലാഹ് നോമ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് സന്നദ്ധരാവാം. അതിന് മുമ്പത്തെ ദിവസം പിടിക്കുന്ന പ്രശ്നമല്ല, തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച വ്യാഴാഴ്ച ഒക്കെ നോമ്പുണ്ട്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഹബീബായ നമ്മൾ വലിയ ഗിഫ്റ്റായി നിസ്കാരം മരിക്കുന്നത് വരെ അള്ളാഹുവാതെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കൃത്യമായി അതായി ജമാഅത്തിനായി അള്ളാഹുവിനെ ഭയന്നോണ്ട് നിശ്ചയിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. കാലം കുറേയായി സദസ്സിൽ ഒരുപാട് പ്രായമുള്ള ആളുകൾ 2 മുതൽ 5 വയസ്സ് മുതൽ 6 വയസ്സ് മുതൽ ഉമ്മമാരെ നിസ്കരിക്കാൻ പഠിപ്പിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ നിസ്കരിക്കുന്ന ആളുകൾ പലരുമുണ്ട്. അവരുടെ ആ നിസ്കാരങ്ങൾ ഒന്നുപോലും ഒഴിവാക്കാത്ത രൂപത്തിൽ ഈ തമൂലിയത്തിലുള്ള സ്വീകാര്യതയുള്ള നിന്റെ അടുത്ത് അവാമ കിട്ടാൻ കാരണമാകുന്ന നിസ്കാരങ്ങളായി സുജൂദുകളായി റുകൂകളായി നീ കബൂലാക്കണേ അല്ലാഹ്. അവരുടെ നമ്മുടെ മനസ്സിന്റെ വലിയൊരു കൊതിയ മരിക്കുന്നത് വരെ ആഫിയത്തോടെ നിന്ന് നിസ്കരിക്കണം. പടച്ചോനെ ആഫിയത്ത് നീ ബാക്കിയാക്കി തരണേ അല്ലാഹ്. എത്രയോ ആളുകൾ ഈ പണിയെ സ്നേഹിച്ചുകൊണ്ട് ആരോഗ്യമുള്ള സമയത്ത് പണിയിൽ നിന്ന് നിസ്കരിച്ചിരുന്ന ഒരുപാട് ആളുകൾ ഇന്ന് ആരോഗ്യ പ്രശ്നം കാരണമായി വരാൻ കഴിയാതെ വീടുകളിൽ കിടത്തത്തിനായവരുണ്ട്. വീടുകളിൽ നിസ്കരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ആരോഗ്യ സമയത്ത് നിസ്കരിച്ച ജമാഅത്തിന്റെ അതേ പ്രതിഫലം മരണം വരെ നീ നൽകണേ അല്ലാഹ്. നീ നൽകണേ അല്ലാഹ്. നീ നൽകണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ. ഇലാ ഹദ്റത്തിൻ നബിയിൽ മുസ്തഫ